അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് കേവലം ചില അറിവുകളെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അല്ലാഹു ബാക്കി വച്ച ആ ദൈവിക പ്രകാശത്തെക്കുറിച്ചാണ്. ഈ വാക്കുകൾ ഒരു പ്രസംഗമല്ല, ഇതൊരു തിരിച്ചുപോക്കാണ്, നമ്മുടെ ഉടമയിലേക്കുള്ള ഒരാത്മീയ യാത്ര. കണ്ണുനീർ അല്ലാഹുവിനോട് സംസാരിക്കുമ്പോൾ വാക്കുകൾക്കവിടെ പ്രസക്തിയില്ല. നമ്മുടെ കവിളിലൂടെ ഓരോ തുള്ളി കണ്ണുനീർ താഴേക്കു വീഴുമ്പോഴും നമ്മുടെ റബ്ബ് അത് കേൾക്കുകയല്ല, മറിച്ച് തൻ്റെ കാരുണ്യം കൊണ്ട് അത് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ പലരും നിശബ്ദമായ രാത്രികളിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ പടച്ചവന്റെ മുന്നിൽ നിന്നിട്ടുണ്ടാകും. കണ്ണുനീരിൻ്റെ ഉപ്പറിഞ്ഞ് ശ്വാസം മുട്ടുന്ന വേദനയോടെ നമ്മൾ വിളിച്ചിട്ടുണ്ടാകും, യാ അല്ലാഹ്. പക്ഷേ ആ പ്രാർത്ഥനകൾക്ക് ശേഷം ഇരുട്ടിൻ്റെ ഏതോ കോണിൽ നിന്ന് ഒരു സംശയം നമ്മെ വേട്ടയാടിയിട്ടില്ലേ? എൻ്റെ വിളി പടച്ചവൻ കേൾക്കുന്നുണ്ടോ? ഞാൻ അത്രമേൽ പാപിയായതുകൊണ്ടാണോ എൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നത്? ആകാശത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് മുന്നിൽ അടഞ്ഞുപോയോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം ജീവനുള്ള ഹൃദയങ്ങൾ മാത്രമേ ഇങ്ങനെയെങ്കിലും തേങ്ങുകയുള്ളൂ. മൗലാന റൂമി പറഞ്ഞതുപോലെ, നിന്റെ ഉള്ളിലെ ആ തേങ്ങൽ തന്നെയാണ് അല്ലാഹു നിനക്കു നൽകിയ മറുപടി. നീ അവനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ നിന്നെ അതിനനുവദിച്ചു എന്നാണ്. ഓർക്കുക, നിന്റെ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീഴുന്നതിനേക്കാൾ വേഗത്തിൽ അവ അല്ലാഹുവിൻ്റെ കാരുണ്യക്കടലിൽ ചെന്നുചേരുന്നു. നീ വാക്കുകൾ പുറത്തെടുക്കുന്നതിനു മുൻപേ നിന്റെ വിങ്ങലുകൾ അവൻ വായിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന എന്നത് നമ്മൾ അല്ലാഹുവിനെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കലല്ല, മറിച്ച് അല്ലാഹു നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന സത്യം നമ്മുടെ ആത്മാവിനെ ഓർമ്മിപ്പിക്കലാണ്. ഇന്നു നാം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ 7 രഹസ്യങ്ങൾ വെറും വാക്കുകളല്ല, നിങ്ങളുടെ പ്രാർത്ഥനകളെ മാറ്റിമറിക്കാൻ പോകുന്ന പ്രകാശകിരണങ്ങളാണ്. നിരാശയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇതൊരു പുതുവെളിച്ചമാകും. വരൂ, നമുക്ക് ആ റബ്ബിൻ്റെ സാമീപ്യത്തിലേക്ക് നടക്കാം. നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ അവൻ എങ്ങനെയാണ് ചേർത്തുപിടിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. ദുആഇൻ്റെ ആഴങ്ങളിലേക്ക്, ഹൃദയത്തിൻ്റെ നിശബ്ദതയിലേക്ക് നമുക്കൊന്നിച്ചു പ്രവേശിക്കാം. 1. ഓർമ്മിക്കലിൻ്റെ മനോഹാരിത, ദ ബ്യൂട്ടി ഓഫ് റിമെമ്പറൻസ്. പ്രാർത്ഥന എന്നാൽ അല്ലാഹുവിനെ നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കലല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനു മുൻപേ നമ്മുടെ വിചാരങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്. നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ താളം അവൻ നിശ്ചയിച്ചതാണ്. അപ്പോൾ ആ ഹൃദയത്തിലെ തേങ്ങലുകൾ അവൻ അറിയാതിരിക്കുമോ? മൗലാന റൂമി പറയുമായിരുന്നു, ദാഹിച്ചവൻ വെള്ളത്തെ തിരയുന്നതുപോലെ തന്നെ വെള്ളം ദാഹിച്ചവനെയും തിരയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ സത്യത്തിൽ അല്ലാഹു നമ്മെ അവനിലേക്ക് വിളിക്കുന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ രോഗത്തെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ ആണ് ആവർത്തിച്ചു സംസാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥനയിൽ രോഗത്തിനു സ്ഥാനമില്ല. അവിടെ സുഖപ്പെടുത്തുന്നവനായ യാ ഷാഫി എന്ന നാമത്തിനാണ് പ്രാധാന്യം. ഇരുട്ടിനെക്കുറിച്ച് സംസാരിച്ചാൽ ഇരുട്ടു മാറില്ല, വെളിച്ചത്തെ സ്മരിച്ചാൽ മാത്രമേ ഇരുട്ടു നീങ്ങുകയുള്ളൂ. പ്രാർത്ഥന എന്നത് അല്ലാഹുവിനെ ഒന്നും ഓർമ്മിപ്പിക്കലല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ചില സത്യങ്ങൾ ഓർമ്മിപ്പിക്കലാണ്. നമ്മൾ ഏകനല്ലെന്നും നമ്മെ ചേർത്തുപിടിക്കാൻ സർവശക്തനായ ഒരുവനുണ്ടെന്നും നമ്മുടെ ഹൃദയത്തോട് പറയുന്ന നിമിഷമാണത്. നമ്മുടെ ഹൃദയം ആരുടെ കയ്യിലാണെന്ന് നാം സ്വയം ബോധ്യപ്പെടുമ്പോൾ അവിടെ ആകുലതകൾക്ക് സ്ഥാനമില്ലാതാകുന്നു. പ്രാർത്ഥന എന്നത് നീ നിന്റെ റബ്ബിനോട് നടത്തുന്ന ഒരു പരാതിയല്ല, മറിച്ച് നിന്റെ ആത്മാവ് അതിൻ്റെ ഉടമയോട് നടത്തുന്ന ഒരാലിംഗനമാണ്. അവൻ നിന്റെ ശ്വാസത്തേക്കാൾ അരികിലുണ്ടെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. 2. വാക്കുകൾക്കപ്പുറത്തെ നിശബ്ദത. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും വാക്കുകളുടെ ഒരു പ്രവാഹമാണ്. എന്നാൽ ആത്മീയതയുടെ ലോകത്ത് വാക്കുകൾക്ക് പരിമിതികളുണ്ട്. മൗലാന റൂമി പറയുമായിരുന്നു, വാക്കുകൾ ഉപരിതലത്തിലെ നുരകൾ മാത്രമാണ്. യഥാർത്ഥ മുത്തുകൾ കിടക്കുന്നത് സമുദ്രത്തിൻ്റെ നിശബ്ദമായ ആഴങ്ങളിലാണ്. നാം അല്ലാഹുവിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവൻ നമ്മുടെ ആത്മാവിനോട് പറയുന്നത് കേൾക്കാൻ നാം മറന്നുപോകുന്നു. പ്രാർത്ഥന എന്നത് നീ മാത്രം സംസാരിക്കുന്ന ഒരു മോണോലോഗല്ല, അതൊരു പവിത്രമായ സംഭാഷണമാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ തലം തുടങ്ങുന്നത് നിന്റെ വാക്കുകൾ അവസാനിക്കുന്നിടത്താണ്. ചുണ്ടുകൾ നിശ്ചലമാകുമ്പോൾ മാത്രമേ ഹൃദയം സംസാരിച്ചു തുടങ്ങുകയുള്ളൂ. മഹാനായ സൂഫി ഇബ്നു അറബി പറഞ്ഞതുപോലെ, പലപ്പോഴും നാം സംസാരിക്കുന്ന തിരക്കിലായതുകൊണ്ട് അല്ലാഹുവിൻ്റെ മറുപടികൾ നമുക്ക് കേൾക്കാൻ കഴിയാതെ പോകുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പനേരം നിശബ്ദനായിരിക്കുക.
ആ നിശബ്ദതയിൽ അല്ലാഹു നിന്റെ ഹൃദയത്തിലേക്ക് പകരുന്ന സമാധാനമുണ്ട്. അതൊരു ഉത്തരമാണ്. ഒരുപക്ഷെ നീ ചോദിച്ച കാര്യത്തെക്കാൾ വലിയൊരു അനുഭൂതിയാകാം ആ നിമിഷം നിനക്ക് ലഭിക്കുന്നത്. വാക്കുകൾ പ്രാർത്ഥനയുടെ വെറും ശരീരമാണ്. ആ ശരീരത്തിന് ജീവൻ നൽകുന്നത് നിശബ്ദതയും സാന്നിധ്യവുമാണ്. മുറിവുകൾ ഉണങ്ങുന്നത് ബഹളങ്ങൾക്കിടയിലല്ല, ശാന്തതയിലാണ്. അതുപോലെ നിന്റെ ആത്മാവിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ ആ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ വാക്കുകളില്ലാതെയിരിക്കാൻ ശീലിക്കുക. പ്രാർത്ഥന എന്നത് പടച്ചോനെ വിളിക്കൽ മാത്രമല്ല, റബ്ബ് നിന്നെ വിളിക്കുമ്പോൾ അതിന് കാതോർക്കൽ കൂടിയാണ്. നിന്റെ നാവല്ല, നിന്റെ നിശബ്ദതയാണ് അവനോട് കൂടുതൽ സംസാരിക്കേണ്ടത്. 3. അഹന്തയുടെ അന്ത്യം, പ്രണയത്തിൻ്റെ തുടക്കം. പ്രാർത്ഥന എന്നത് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക സമർപ്പിക്കലായി നാം മാറ്റാറുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന തുടങ്ങുന്നത് നമ്മുടെ ഞാൻ എന്ന ഭാവം അവസാനിക്കുന്നിടത്താണ്. മൗലാന റൂമി പാടിയതുപോലെ, നീ നിന്റെ പാനപാത്രം ശൂന്യമാക്കുക, എങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗീയ വീഞ്ഞ് നിറയ്ക്കാൻ കഴിയൂ. നമ്മുടെ അഹന്ത അഥവാ നഫ്സ് എപ്പോഴും ചോദിക്കുന്നത് അതിന് സുഖം നൽകുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് സ്രഷ്ടാവിൻ്റെ സാമീപ്യമാണ്. പ്രാർത്ഥനയിൽ നാം എനിക്കിത് വേണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ നാം നമ്മുടെ പരിമിതമായ ബുദ്ധിയെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ ഇഷ്ടത്തെക്കാൾ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ അഹന്തയുടെ തടവറയിൽ നിന്ന് പ്രണയത്തിൻ്റെ വിശാലതയിലേക്ക് ചിറകടിച്ചുയരുന്നു. ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ ചേരുമ്പോൾ അതിന് സമുദ്രത്തിൻ്റെ കരുത്ത് ലഭിക്കുന്നു. അതുപോലെ നിന്റെ ആഗ്രഹങ്ങളെ അല്ലാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാരമെല്ലാം നിന്റെ തോളിൽ നിന്ന് ഇറക്കി വയ്ക്കപ്പെടുന്നു. ഇനിയെല്ലാം അവൻ നോക്കിക്കൊള്ളും എന്ന ആ തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം. പ്രണയിക്കുന്നവർക്കിടയിൽ എൻ്റേത് നിൻ്റേത് എന്നതില്ല. പ്രാർത്ഥനയിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രണയിതാവായി മാറുക. ഒരു കളിമണ്ണ് കുശവന്റെ കയ്യിൽ സ്വയം വിട്ടുകൊടുക്കുന്നതുപോലെ നിന്റെ ജീവിതത്തെ അവൻ്റെ മുൻപിൽ സമർപ്പിക്കുക. അവൻ നിന്നെ ഏറ്റവും മനോഹരമായ ഒരു ശില്പമായി മാറ്റും. കീഴടങ്ങൽ എന്നത് തോൽവി സമ്മതിക്കലല്ല, മറിച്ച് പ്രപഞ്ചനാഥന്റെ ആസൂത്രണത്തിൽ പൂർണ്ണമായി വിശ്വസിക്കലാണ്. ആ നിമിഷം മുതൽ നിന്റെ പോരാട്ടങ്ങൾ അവൻ്റേതായി മാറുന്നു. 4. ഹൃദയത്തിൻ്റെ സാന്നിധ്യം. പ്രാർത്ഥനയുടെ സ്വീകാര്യത നിന്റെ വാക്കുകളുടെ എണ്ണത്തിലല്ല, മറിച്ച് ആ വാക്കുകൾക്കിടയിൽ നിന്റെ ഹൃദയം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിലാണ്. മൗലാന റൂമി പറയുമായിരുന്നു, നീ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന നിനക്ക് ചുറ്റും ഒരു കോട്ടയായി മാറണം. അവിടെ നീയും നിന്റെ റബ്ബുമല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ലാത്ത മനസ്സിനെ റൂമി ഉപമിക്കുന്നത് ചിതറിക്കിടക്കുന്ന ഒരു കണ്ണാടി കഷ്ണത്തോടാണ്. ഒരു വലിയ കണ്ണാടിക്ക് സൂര്യപ്രകാശത്തെ പൂർണ്ണതയോടെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. എന്നാൽ അത് കഷ്ണങ്ങളായി ചിതറിക്കിടക്കുകയാണെങ്കിൽ പ്രകാശത്തിന് പകരം അവിടെ അവ്യക്തമായ നിഴലുകൾ മാത്രമേ ഉണ്ടാവൂ. നിന്റെ മനസ്സ് ദുനിയാവിലെ ചിന്തകളിൽ ചിതറിക്കിടക്കുമ്പോൾ സൃഷ്ടാവിൻ്റെ സ്നേഹപ്രകാശത്തെ ഏറ്റുവാങ്ങാൻ നിന്റെ ഹൃദയത്തിന് കഴിയില്ല. ശരീരം പള്ളിയിൽ കുനിയുമ്പോൾ മനസ്സ് കച്ചവടത്തിലോ വീട്ടുകാര്യങ്ങളിലോ ആണെങ്കിൽ അത് വെറും പേശികളുടെ വ്യായാമം മാത്രമാണ്. അല്ലാഹു നോക്കുന്നത് നിന്റെ കുനിയുന്ന നെറ്റിയെയല്ല, മറിച്ച് നിന്റെ വിറയ്ക്കുന്ന ഹൃദയത്തെയാണ്. അല്ലാഹുവേ, ഇതാ ഞാൻ നിന്റെ മുൻപിൽ പൂർണ്ണനായും വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു നിമിഷമാണ് 1000 വർഷത്തെ അശ്രദ്ധമായ പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠം. നാം ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരു വശത്തേക്ക് നോക്കി സംസാരിക്കുന്നത് എത്ര വലിയ മര്യാദകേടാണ്. എങ്കിൽ പ്രപഞ്ചനാഥനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അങ്ങാടിയിൽ അലയുന്നത് എത്രത്തോളം കഷ്ടമാണ്. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തെ പുറത്തു നിർത്തുക. പ്രാർത്ഥന എന്നത് നീ എവിടെയാണ് എന്നതല്ല, നിന്റെ ഹൃദയം എവിടെയാണ് എന്നതാണ്. ഹൃദയമില്ലാത്ത പ്രാർത്ഥന ചിറകില്ലാത്ത പക്ഷിയെപ്പോലെയാണ്. അതിനൊരിക്കലും ആകാശങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുയരാൻ കഴിയില്ല. നന്ദി, മറുപടിയുടെ താക്കോൽ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പരാതികളുടെ ഒരു ഭാണ്ഡക്കെട്ടാണ്. എന്നാൽ പ്രാർത്ഥനയുടെ വാതിൽ തുറക്കാനുള്ള യഥാർത്ഥ താക്കോൽ പരാതികളല്ല, മറിച്ച് നന്ദിയാണ്. മൗലാന റൂമി പാടിയതുപോലെ, നന്ദി പറയുക എന്നത് അനുഗ്രഹങ്ങളുടെ വേരുകളെ പോഷിപ്പിക്കുന്ന ജലമാണ്. അത് നിന്റെ പൂന്തോട്ടത്തിൽ പുതിയ പൂക്കൾ വിരിയിക്കുന്നു. ഇല്ലാത്തതിനെക്കുറിച്ച് വിലപിക്കുന്ന ഹൃദയം ഒരടഞ്ഞ മുറി പോലെയാണ്, അവിടെ പ്രകാശം കടക്കില്ല. എന്നാൽ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്ന നിമിഷം ആ ഹൃദയത്തിൻ്റെ ജനാലകൾ തുറക്കപ്പെടുന്നു. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. പ്രാർത്ഥന എന്നത് പുതിയത് ചോദിക്കൽ മാത്രമല്ല, നൽകപ്പെട്ടവയെ ആദരിക്കൽ കൂടിയാണ്. നമുക്ക് ലഭിക്കാത്ത ഒരു കാര്യത്തിനു വേണ്ടി കരയുമ്പോൾ,
കൂടെയുള്ള 1000 അനുഗ്രഹങ്ങളെ നാം കാണാതെ പോകുന്നു. നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി നിന്റെ ശ്വാസമാണ്. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ഉള്ളിൽ മിടിക്കുന്ന ഹൃദയമാണ്. ഈ നിശ്വാസത്തിനും മിടിപ്പിനും നന്ദി പറയാത്തവർക്ക് പുതിയ അനുഗ്രഹങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? നന്ദി എന്നത് പാത്രത്തെ വലുതാക്കലാണ്. പാത്രം വലുതാകുന്തോറും അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിറയും. പ്രാർത്ഥനയുടെ ഉത്തരം ലഭിച്ച ശേഷം നന്ദി പറയുന്നതല്ല യഥാർത്ഥ വിശ്വാസം. മറിച്ച് ചോദിക്കുന്ന നിമിഷം തന്നെ ഉത്തരം നൽകപ്പെടുമെന്ന ഉറപ്പോടെ നന്ദി പറയുന്നതാണ്. നന്ദി എന്നത് പ്രാർത്ഥനയുടെ മുൻകൂർ അടക്കലാണ്, അഡ്വാൻസ് പേയ്മെൻറ്റ്. എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും നല്ലത് നൽകും എന്ന ആ നിശ്ചയദാർഢ്യം തന്നെയാണ് പ്രാർത്ഥനയുടെ വിജയം. പ്രാർത്ഥന പരാതിയിൽ തുടങ്ങുമ്പോൾ അത് ആകാശത്തോളം ഉയരില്ല. എന്നാൽ അത് നന്ദിയിൽ തുടങ്ങുമ്പോൾ അത് അർശിൻ്റെ അടിത്തട്ടിൽ ചെന്ന് തട്ടുന്നു. പരാതി പറയുന്ന നാവല്ല, സ്തുതിക്കുന്ന ഹൃദയമാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. പ്രാർത്ഥനയും പ്രവൃത്തിയും. നമ്മുടെ ഇടയിൽ പലരും പ്രാർത്ഥനയെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത് പ്രവർത്തിക്കാനുള്ള ഊർജം തേടലാണ്. മൗലാന റൂമി പറയുമായിരുന്നു, അല്ലാഹുവിലുള്ള വിശ്വാസമെന്നാൽ നിന്റെ ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷം അതിനെ അല്ലാഹുവിനെ ഏൽപ്പിക്കലാണ്. കാലുകൾ ബന്ധിക്കാതെ ഒട്ടകത്തെ കാവലേൽപ്പിക്കുന്നത് ആത്മീയതയല്ല, മറിച്ച് അശ്രദ്ധമാണ്. ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറകുകൾ ആവശ്യമാണ്. ഒന്ന് പ്രാർത്ഥനയാണെങ്കിൽ മറ്റൊന്ന് പ്രവൃത്തിയുമാണ്. ഒരു ചിറക് മാത്രമുള്ള പക്ഷി എത്ര കഷ്ടപ്പെട്ടാലും അത് വട്ടമിട്ട് പറക്കുകയല്ലാതെ ഉയരങ്ങളിലേക്ക് എത്തുകയില്ല. പ്രാർത്ഥന നിന്റെ ആത്മാവിനെ ഉണർത്തുമ്പോൾ പ്രവൃത്തി നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. വയലിൽ വിത്തു വിതയ്ക്കാതെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അർത്ഥശൂന്യമാണ്. വിത്ത് വിതയ്ക്കുക എന്നത് നിന്റെ കടമയും അതിനെ മുളപ്പിക്കുക എന്നത് അല്ലാഹുവിൻ്റെ കാരുണ്യവുമാണ്. പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന ജീവനില്ലാത്ത ശില്പം പോലെയാണ്. നിന്റെ വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീഴുമ്പോൾ അത് അല്ലാഹുവിങ്കിലേക്കുള്ള നിശബ്ദമായ പ്രാർത്ഥനയായി മാറുന്നു. എല്ലാം അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. എന്നാൽ എല്ലാം നിന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. ഈ വരികളിലാണ് വിജയത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നീ അധ്വാനിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ആ അധ്വാനത്തെ വിശുദ്ധമാക്കുന്നു. അത് സാധാരണമായൊരു പ്രവൃത്തിയെ ഇബാദത്ത്, ആരാധനയായി പരിവർത്തിപ്പിക്കുന്നു. പ്രാർത്ഥന നിനക്ക് വഴി കാണിച്ചു തരുന്നു. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നീ തന്നെയാണ്. നീ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അല്ലാഹു നിനക്ക് 10 അടി ദൂരം എളുപ്പമാക്കി തരുന്നു. പ്രവൃത്തിയാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ തെളിവ്. 7. കാത്തിരിപ്പിലെ പരിവർത്തനം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോൾ നാം നിരാശരാകാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ഉത്തരത്തിനുമിടയിലുള്ള ആ കാത്തിരിപ്പാണ് ആത്മീയ യാത്രയിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം. മൗലാന റൂമി പറയുമായിരുന്നു, നീ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക, ഒരിക്കൽ ആ വാതിൽ തുറക്കപ്പെടും. നീ നിലവിളിച്ചുകൊണ്ടേയിരിക്കുക, ആ ശബ്ദം പ്രപഞ്ചനാഥൻ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നത് നിന്നെ നിരാശനാക്കാനല്ല, മറിച്ച് നിന്റെ ആ വിളി അല്ലാഹു അത്രമേൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നിന്റെ ആതുരതയും നിന്റെ കണ്ണുനീരും അവന് പ്രിയപ്പെട്ടതാണ്. ഒരു കുഞ്ഞു കരയുമ്പോൾ ഉമ്മ ഓടി വരുന്നത് പോലെ നിന്റെ ഹൃദയം നീറുമ്പോൾ അവൻ നിന്റെ അരികിലുണ്ട്. നീ അവനെ വീണ്ടും വീണ്ടും വിളിക്കാൻ വേണ്ടിയാണ് അവൻ ഉത്തരം വൈകിപ്പിക്കുന്നത്. കാത്തിരിപ്പ് എന്നത് വെറുതെ ഇരിക്കലല്ല, അത് പാകപ്പെടലാണ്. ഇരുമ്പ് തീയിൽ ചുട്ടുപഴുക്കുമ്പോൾ അത് വേദനിക്കുന്നുണ്ടാകാം. എന്നാൽ ആ തീയിലാണ് അതൊരു കരുത്തുറ്റ ഉടവാളായി മാറുന്നത്. മണ്ണ് ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് അത് വിത്തായി മുളയ്ക്കുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത ആ കാലയളവിലാണ് നിന്റെ അഹന്ത ഉരുകിപ്പോകുന്നതും നിന്റെ വിശ്വാസം ഈമാൻ ആഴമുള്ളതാകുന്നതും. അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും വൈകാറില്ല. സൂര്യൻ ഉദിക്കുന്നതും പൂക്കൾ വിരിയുന്നതും ഒരു കൃത്യസമയത്താണ്. നിനക്കെപ്പോൾ നൽകണമെന്ന് അവന് കൃത്യമായി അറിയാം. നീ ചോദിച്ചതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നിനക്ക് നൽകാൻ വേണ്ടിയായിരിക്കാം അവൻ ഇപ്പോൾ നിന്നെ കാത്തിരിപ്പിക്കുന്നത്. ഉത്തരം വൈകുമ്പോൾ അല്ലാഹു എന്നെ കേൾക്കുന്നില്ല എന്ന് കരുതരുത്, മറിച്ച് അവൻ എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒരുക്കുകയാണ് എന്ന് വിശ്വസിക്കുക. പ്രാർത്ഥനയുടെ ഫലമെന്നത് ചോദിച്ചത് ലഭിക്കൽ മാത്രമല്ല, മറിച്ച് ആ പ്രാർത്ഥനയിലൂടെ നീ എങ്ങനെയുള്ള മനുഷ്യനായി മാറുന്നു എന്നതാണ്. കാത്തിരിപ്പിലെ ഈ സമാധാനമാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉത്തരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ ചെറിയ സംഭാഷണം ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പുതിയ പ്രഭാതമായി ഇത് തുടങ്ങുകയാണ്. ഇന്ന് നിങ്ങൾ കേട്ട ഈ 7 രഹസ്യങ്ങൾ വെറുമൊരു നിമിഷത്തെ വികാരമായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. നാളെ പുലർച്ചെ നിങ്ങൾ വീണ്ടും ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ്
സ്രഷ്ടാവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുമ്പോൾ ഇന്ന് നാം പങ്കുവച്ച ഈ സത്യങ്ങൾ നിങ്ങളിലൊരു നിശബ്ദമായ വെളിച്ചമായി തെളിഞ്ഞു നിൽക്കണം. ഓർക്കുക, നിന്റെ ആകാശങ്ങളിലേക്ക് ഉയരുന്ന ഓരോ തേങ്ങലും ഒരിക്കലും പാഴാകുന്നില്ല. മൗലാന റൂമി പറയുമായിരുന്നു, നീ നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുക. ആ വാതിൽ അകത്തു നിന്ന് തുറക്കപ്പെടാനുള്ളതാണ്. നിന്റെ പ്രാർത്ഥനകൾ സത്യത്തിൽ ആ വാതിലിലെ മുട്ടലുകളാണ്. ചിലപ്പോൾ നീ ചോദിച്ചത് തന്നെ അവൻ നിനക്ക് നൽകും. ചിലപ്പോൾ നീ ചോദിച്ചതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് അവൻ നിനക്കായി കരുതി വയ്ക്കും. ചിലപ്പോൾ ആ ആഗ്രഹം നിനക്ക് നൽകുന്നില്ല എന്നതിലൂടെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അവൻ നിന്നെ കാത്തു രക്ഷിക്കുകയാവാം. പക്ഷേ ഒരിക്കലും നിന്റെ ഹൃദയത്തിൻ്റെ വിങ്ങൽ അവൻ കാണാതെ പോകുന്നില്ല. ലോകം മുഴുവൻ നിന്നെ വിട്ടുപോയെന്നും നീ ഒറ്റപ്പെട്ടെന്നും തോന്നുന്ന ആ ഇരുണ്ട രാത്രികളിൽ ഓർക്കുക, നിന്റെ ശ്വാസത്തേക്കാൾ അരികിൽ, നിന്റെ ഹൃദയമിടിപ്പിനേക്കാൾ വേഗത്തിൽ നിന്റെ റബ്ബ് നിന്നോടൊപ്പമുണ്ട്. ലോകം കതകടയ്ക്കുമ്പോൾ ആകാശത്തിൻ്റെ ഉടമ നിനക്കായി തൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം തുറന്നിട്ടിരിക്കുകയാണ്. ഇന്നു മുതൽ നിന്റെ ദുആ വെറും ആവശ്യങ്ങളുടെ പട്ടികയാക്കരുത്. യാ അല്ലാഹ്, നീ മാത്രം എനിക്ക് മതി എന്ന് പറയാൻ നിന്റെ ആത്മാവിനെ പഠിപ്പിക്കുക. ആ ഒരൊറ്റ വാചകത്തിലാണ് സകല ഭയങ്ങളുടെയും അവസാനം ഒളിഞ്ഞിരിക്കുന്നത്. നീ കാത്തിരിക്കുന്ന ഉത്തരം പരിപക്ഷെ ആ വാതിലിന് തൊട്ടപ്പുറത്ത് തന്നെ കാണും. ഇനി ഒരു ചുവട് കൂടി മാത്രം. വിശ്വാസത്തോടെ മുട്ടുക, സമാധാനത്തോടെ കാത്തിരിക്കുക, പൂർണ്ണമായ സമർപ്പണത്തോടെ മുന്നോട്ട് നടക്കുക. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലം നീ ചോദിച്ചത് കിട്ടി എന്നതല്ല, മറിച്ച് ആ പ്രാർത്ഥനയിലൂടെ നീ നിന്റെ ഉടമയുമായി എത്രത്തോളം അടുത്തായി, അവനുമായി എത്രത്തോളം പ്രണയിച്ചിലായി എന്നതാണ്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കട്ടെ. നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരിനെയും സ്വർഗത്തിലെ മുത്തുകളാക്കി അവൻ മാറ്റട്ടെ. നമ്മുടെ നീണ്ട കാത്തിരിപ്പുകളെ അതിമനോഹരമായ അനുഗ്രഹങ്ങളാക്കി അവൻ പരിവർത്തനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.